ബാറക്കുമോർ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്ക് സ്തുതി. ആദ്യം മുതൽ നമ്മുടെ മേൽ തൻ്റെ കരുണയും മനോന്നേക്കുണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വീണ്ടും ദൈവ വചനത്തിൻ്റെ കീഴിലായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് ഒരുക്കിയ ഈ നല്ല അവസരത്തിനായി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് തടസ്സമായ ഒന്നാണ് ആ വ്യക്തിയുടെ നെഗറ്റീവ് മൈൻഡ്. പലപ്പോഴും ഒരു വ്യക്തി ആ വ്യക്തിയുടെ ജീവിതത്തിലെല്ലാം നെഗറ്റീവായി ചിന്തിക്കുന്നുവെങ്കിൽ ആ വ്യക്തി ലഭിക്കേണ്ട അനുഗ്രഹം ആ വ്യക്തി തന്നെ നഷ്ടപ്പെടുത്തുകയാണ്. പലപ്പോഴും നമ്മുടെ കഴിഞ്ഞകാല ജീവിതത്തിൽ മറ്റുള്ളവർ പറഞ്ഞ വാക്കുകൾ കേട്ടുകൊണ്ട്, അല്ലെങ്കിൽ കഴിഞ്ഞ നാളിൽ നമ്മുടെ ജീവിതത്തിലുണ്ടായ അനുഭവങ്ങൾ വെച്ചുകൊണ്ട് നമ്മൾ പലപ്പോഴും നെഗറ്റീവായി ചിന്തിക്കാറുണ്ട്. ഒരുപക്ഷെ മനസ്സിൻ്റെ മുറിവുകളായിരിക്കാം നെഗറ്റീവായി ചിന്തിക്കുവാനും അതനുസരിച്ച് പ്രവർത്തിക്കുവാനും കാരണമായിത്തീരുന്നത്. അതൊരു വ്യക്തിയുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് തടസ്സമാണ്. അതുകൊണ്ട് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നമ്മുടെ അനുഗ്രഹത്തിന് തടസ്സമായ നെഗറ്റീവ് മനോഭാവം എന്താണെന്ന് നമ്മൾ കണ്ടെത്തണം. ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ മനോഭാവമാണ്, ആ വ്യക്തി ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന ഒരു മനോഭാവമാണ്, എന്നെ ഒന്നിനും കൊള്ളില്ല. അത് കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല, യുവജനങ്ങൾക്ക് മാത്രമല്ല, ഈ ലോകത്തിൽ സാധാരണ ജീവൻ നയിക്കുന്ന അനേകം വ്യക്തികളുടെ ജീവിതത്തിൽ അവരുടെ ഉപബോധ മനസ്സിൽ അടിഞ്ഞു കിടക്കുന്ന ഒരു ചിന്തയാണ്, എന്നെ ഒന്നിനും കൊള്ളില്ല. പലപ്പോഴും നമ്മിലേക്ക് നോക്കിക്കൊണ്ട് നമ്മൾ ദുഃഖിക്കാറുണ്ട്, വേദനിക്കാറുണ്ട്. എന്നെ എന്തിനു കൊള്ളാം, എനിക്കൊരു കഴിവുമില്ല, എനിക്ക് കാണാനൊരു സൗന്ദര്യമില്ല, എന്നെ കാണാൻ ഒന്നിനും കൊള്ളില്ല. ചില പറയും ഞാൻ കറുത്തിരണ്ട് കരിക്കട്ട പോലെ ഇരിക്കുന്നു, ചില പറയും ഞാൻ വെളുത്ത് വിളറിയിരിക്കുന്നു, വെളുത്താലും കുഴപ്പം കറുത്താലും കുഴപ്പം. ഇല്ല, ചില പറയും എനിക്കൊരു കഴിവില്ല, ഞാനൊരു മണ്ടന. മറ്റുള്ളവർ എന്നെക്കുറിച്ച് പറഞ്ഞ വാക്കുകൾ എൻ്റെ ഹൃദയത്തിലിരിക്കുന്നിടത്തോളം കാലം എനിക്കൊരു കഴിവില്ലാത്ത ഒരു വ്യക്തിയാണ് ഞാനെന്ന് സ്വയം ചിന്തിച്ച് തന്നിലേക്ക് തന്നെ ഒതുങ്ങിക്കൂടുന്ന അനേകം വ്യക്തികളെ നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ സമൂഹത്തിൽ വെളിപ്പെടാൻ മനസ്സില്ലാതെ മാറി നിൽക്കുന്ന, തന്നിലേക്ക് തന്നെ ഒതുങ്ങിക്കൂടുന്ന ചില വ്യക്തികളോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് സംസാരിക്കുകയാണ്. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എന്നെ ഒന്നിനും കൊള്ളില്ല എന്നാണ് ചിന്തിക്കുന്നതെങ്കിൽ ആ വ്യക്തി ഒരിക്കലും ഉയർച്ച പ്രാപിക്കാൻ, അനുഗ്രഹം പ്രാപിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ദൈവം എന്നെക്കുറിച്ച് എന്തു പറയുന്നു എന്ന് ചിന്തിക്കണം, അത് കണ്ടെത്തണം, അത് ഏറ്റുപറഞ്ഞ് ഞാൻ ഒരു അനുഗ്രഹമായി തീരണം. കർത്താവിന്റെ വചനം പരിശോധിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 31-ാം വാക്യത്തിൽ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നൊരു വചനമുണ്ട്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 31-ാം വാക്യം. താൻ ഉണ്ടാക്കിയതിനൊക്കെയും ദൈവം നോക്കി, അതത്രയും നല്ലതെന്ന് ദൈവം കണ്ടു. ഇത് ഭൂമിയുടെ അല്ലെങ്കിൽ ആദിയിൽ ദൈവത്തിൻ്റെ സൃഷ്ടിയുടെ അവസാനം ദൈവം പറയുന്നൊരു വാക്കാണ്, താൻ ഉണ്ടാക്കിയതൊക്കെയും നല്ലതെന്ന് ദൈവമായ കർത്താവ് കണ്ടു. അപ്പം ദൈവം ഉണ്ടാക്കിയതിനെല്ലാം നല്ലതെന്ന് ദൈവം കാണുമ്പോൾ മനുഷ്യൻ ദൈവം ഉണ്ടാക്കിയതിനെ ദോഷമെന്ന്, അത് കൊള്ളില്ല, അത് നല്ലതല്ല എന്ന് കണ്ട് സ്വയം വേദനിക്കുക. ഇവിടെ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ആ വ്യക്തിയുടെ ജീവിതം ദൈവത്തിൻ്റെ കണ്ണിലൂടെ കാണണം. പലപ്പോഴും നമ്മൾ നമ്മുടെ കണ്ണിലൂടെ കാണുമ്പോഴാണ് എനിക്ക് ഒത്തിരി കുറവുണ്ടെന്ന് കണ്ടെത്തുന്നത്. എൻ്റെ ബലഹീനതകൾ, എൻ്റെ കുറവുകൾ ഞാൻ കണ്ടെത്തുന്നത് എൻ്റെ കണ്ണിലൂടെ ഞാൻ നോക്കുമ്പോഴാണ്. അതിനേക്കാൾ ഉപരിയായി പിശാചിൻ്റെ കണ്ണിൽ നോക്കുമ്പോൾ നമുക്ക് കുറവുകൾ മാത്രമേ ഉള്ളൂ. നിന്നെ എന്തിനു കൊള്ളാം, നിന്നെ ആർക്ക് വേണം, നീ എന്തിനെങ്ങനെ ഇതിലിപ്പോൾ നിനക്ക് പോയി ചാകാൻ പാടില്ലേ, മരിക്കാൻ പാടില്ലേ, ഇങ്ങനെ ആരുടെയും മനസ്സിൽ തോന്നുന്നുണ്ടെങ്കിൽ അത് പിശാചിൻ്റെ കണ്ണിലൂടെ നോക്കിയിട്ടാണ്. അപ്പോൾ പിശാചിൻ്റെ കണ്ണിലൂടെ ഒരു വ്യക്തി നോക്കിയാൽ ആ വ്യക്തി ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കും, മരണത്തെക്കുറിച്ച് ചിന്തിക്കും, ആത്മഹത്യയെക്കുറിച്ച് മാത്രം ചിന്തിക്കും. കാരണം പിശാചിനെ കുറിച്ച് കർത്താവിന്റെ വചനം പറയുന്നത് യോഹന്നാൻ 10:10, അവൻ വരുന്നത് അറുപ്പാനും മുടിപ്പാനും നശിപ്പിക്കുവാനുമാണ്. ഒരു വ്യക്തി നിത്യനാശത്തിലേക്ക് കൊണ്ടുപോകാനാണ് പിശാച് കടന്നു വരുന്നത്. പിശാചിൻ്റെ കണ്ണിൽ ഒരിക്കലും നമ്മൾ നോക്കി കാണരുത്. പിശാചിൻ്റെ കണ്ണിലൂടെ നമ്മൾ നോക്കിയാൽ ചെന്നെത്തുന്ന അവസാനം ആത്മഹത്യയിലായിരിക്കും.
എന്നാൽ നമ്മുടെ കണ്ണിലൂടെ നമ്മൾ നോക്കുമ്പോൾ നമുക്കൊത്തിരി കുറവുകൾ കാണാം. എന്നെ എന്തിനു കൊള്ളാം, എനിക്കൊരു സൗന്ദര്യമില്ല, എനിക്കൊരു കഴിവില്ല, എനിക്ക് ബുദ്ധിയില്ല, ജ്ഞാനമില്ല, വിവേകമില്ല, എന്നെ ഒന്നിനും കൂടില്ല. അത് ഒരുപക്ഷെ കഴിഞ്ഞ നാളിൽ മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് പറഞ്ഞ വാക്കുകൾ നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ ഉപബോധ മനസ്സിൽ അടിഞ്ഞു കിടക്കുന്നുകൊണ്ടായിരിക്കാം. ഈ ഉപബോധ മനസ്സിൽ കിടക്കുന്ന കഴിഞ്ഞ കാലത്തിൽ വേദനിപ്പിച്ച വാക്കുകൾ, നൊമ്പരപ്പെടുത്തുന്ന വാക്കുകൾ ഉപബോധ മനസ്സിൽ കിടക്കുന്നതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് അത് ബോധ മനസ്സിൽ കയറി വരും. ആ കണ്ണിലൂടെയാണ് നമ്മൾ പലപ്പോഴും നമ്മൾ വീക്ഷിക്കുന്നത്. ഒരിക്കലും നമുക്ക് സ്വസ്ഥത ലഭിക്കില്ല. എന്നാൽ ദൈവത്തിൻ്റെ കണ്ണിലൂടെ നാം നോക്കുമ്പോൾ ദൈവം പറയാണ്, ഞാൻ ഉണ്ടാക്കിയതിനെല്ലാം നല്ലതെന്ന് ദൈവം കണ്ടു. നമ്മളെത്ര വൈകല്യമുള്ള വ്യക്തിയാണെങ്കിലും കുറവുള്ള വ്യക്തികളാണെങ്കിലും നമ്മൾ ദൈവത്തിൻ്റെ കണ്ണിലൂടെ നോക്കുമ്പോൾ ദൈവം നമ്മെ കണ്ടുകൊണ്ട് പറയാണ്, മോനെ മോളെ, നീ എത്ര മനോഹരമായിരിക്കുന്നു, നീ എത്ര സുന്ദരനായിരിക്കുന്നു, നീ എത്ര സുന്ദരിയായിരിക്കുന്നു. ഒരുപക്ഷെ നിന്റെ കണ്ണിലൂടെ നോക്കുന്ന വൈകല്യങ്ങളെ അതേ കണ്ണുകൊണ്ട് കണ്ടിട്ടാണ് ദൈവം പറയുന്നത്, നിന്നെ മനോഹരം എന്ന് കാണുന്നു, നിന്നെ സുന്ദരൻ എന്ന് കാണുന്നു, സുന്ദരി എന്ന് കാണുന്നു. അപ്പോൾ നമ്മുടെ ഈ ബലഹീനത നമ്മിൽ നിന്ന് എടുത്തു മാറ്റേണ്ട നമ്മൾ ദൈവത്തിൻ്റെ കണ്ണിലൂടെ നമ്മൾ നോക്കണം. പലപ്പോഴും ഞാനെന്ന വ്യക്തി ആരാണെന്ന് ദൈവത്തിൻ്റെ കണ്ണിലൂടെ കാണുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? പലപ്പോഴും ദൈവത്തോട് തന്നെ നമ്മൾ കുറ്റപ്പെടുത്തി ചോദിച്ചാൽ, ദൈവമേ, നീ എന്തിനാ എന്നെ ഇങ്ങനെ സൃഷ്ടിച്ചത്? ചിലപ്പോൾ ഒരുപക്ഷെ മാതാപിതാക്കളോട് ചോദിക്കണം, എന്നെ എന്തിനാ ഇങ്ങനെ ഉണ്ടാക്കിയത്, എന്നെ എന്തിനാ ഇങ്ങനെ വളർത്തി വലുതാക്കിയത്, ഞാൻ ജനിച്ചപ്പോൾ തന്നെ നിങ്ങൾക്ക് എന്നെ കൊന്നുകളയാൻ പാടില്ലായിരുന്നോ? ചില മക്കൾ മാതാപിതാക്കളോട് ചോദിക്കുന്ന വാക്കുകളാണ്. ഇതുകൊണ്ട് കേട്ടുകൊണ്ട് സ്വന്തം മാതാപിതാക്കൾ ഏങ്ങലടിച്ച് കരയുമെങ്കിൽ സ്വർഗത്തിലെ ദൈവം എന്തുമാത്രം വേദനിക്കും എന്ന് നാം തിരിച്ചറിയണം. ഒരു മനുഷ്യനെ ഈ ഭൂമിയിൽ സൃഷ്ടിക്കുമ്പോൾ ദൈവത്തിന് വലിയൊരു പദ്ധതിയുണ്ട്, വലിയൊരു സ്വപ്നമുണ്ട്. ആ വ്യക്തിക്ക് എന്ത് വൈകല്യം ഉണ്ടായാലും, ആ വ്യക്തിക്ക് എന്ത് കുറവുണ്ടായാലും, ആ വ്യക്തി ദൈവത്തിൻ്റെ കണ്ണിലൂടെ നോക്കുമ്പോൾ ആ വ്യക്തിയെക്കുറിച്ച് വലിയൊരു സ്വപ്നം ദൈവത്തിനുണ്ട്. കർത്താവിന്റെ വചനം പരിശോധിക്കുമ്പോൾ യിരെമ്യാപ്രവാചകന്റെ പുസ്തകം 29-ാം അധ്യായം 11-ാം വാക്യത്തിൽ കർത്താവിന്റെ വചനം പറയുന്നുണ്ട്, നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണം ഇന്നവയെന്ന് ഞാൻ അറിയുന്നു. അവ തിന്മയ്ക്കല്ല നന്മയ്ക്കത്രയുള്ള നിരൂപണങ്ങൾ എന്ന് യഹോവയുടെ അരുളപ്പാട്. അതായത് ദൈവം ഈ ഭൂമിയിൽ നിന്നെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് നിന്നെക്കുറിച്ച് വലിയൊരു സ്വപ്നം കണ്ടിരുന്നു. നീ എങ്ങനെയുള്ള വ്യക്തിയായിത്തീരണം, ആരായിത്തീരണം, എന്തായിത്തീരണം. ഒരു വ്യക്തി ഈ ഭൂമിയിൽ ജനിക്കുന്നതിന് മുമ്പ് അമ്മയുടെ ഹൃദയത്തിലോ അപ്പൻ്റെ ഹൃദയത്തിലോ അല്ല ആ കുഞ്ഞ് ആദ്യം ജനിക്കുന്നത്, ദൈവത്തിൻ്റെ ഹൃദയത്തിലാണ്. ദൈവത്തിൻ്റെ ഹൃദയത്തിലാണ് ഒരു വ്യക്തി ആദ്യമായി ജനിക്കുന്നത്. നമ്മൾ തിരിച്ചറിയണം, ഞാൻ ഇവിടെ ഈ ഭൂമിയിൽ നിന്ന് പൊട്ടിമുളച്ചതല്ല, ആകാശത്ത് നിന്ന് പൊട്ടി വീണതല്ല. ഞാനെന്ന വ്യക്തി ദൈവത്തിൻ്റെ പ്രത്യേക ഒരു പദ്ധതിയാണ്, ദൈവത്തിൻ്റെ ഒരു സ്വപ്നമാണ്, ദൈവത്തിൻ്റെ വലിയൊരു പ്രതീക്ഷയാണ്. ഞാൻ ഈ ഭൂമിയിൽ ജനിക്കുമ്പോൾ എന്നെക്കുറിച്ച് ആദ്യം അറിഞ്ഞത് എൻ്റെ മാതാപിതാക്കളാണ് എന്നാണ് നമ്മൾ ധരിച്ചിരിക്കുന്നത്. തെറ്റാണ്. കർത്താവിന്റെ വചനം വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. യിരെമ്യാപ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യത്തിൽ പറയുകയാണ്, നിന്നെ ഉദരത്തിൽ ഉരുവാക്കിയതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു, നീ ഗർഭത്തിൽ നിന്ന് പുറത്തു വരുന്നതിന് മുമ്പ് ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചിരുന്നു. അതായത് ഞാനെന്ന വ്യക്തി ആദ്യമായും എൻ്റെ മാതാപിതാക്കളുടെ ഹൃദയത്തിലല്ല രൂപം കൊണ്ടത്, ദൈവത്തിൻ്റെ ഹൃദയത്തിലാണ്. അതായത് ദൈവം എന്നെക്കുറിച്ച് വലിയ പ്രതീക്ഷകളും സ്വപ്നങ്ങളും സങ്കല്പങ്ങളും ഭാവനകളും നെയ്ത് ഞാനെന്ന വ്യക്തിയെ ഈ ഭൂമിയിൽ ആരുടെ മകനായി, ആരുടെ മകളായി, എവിടെ എനിക്ക് ജന്മം നൽകണമെന്ന് ചിന്തിച്ചപ്പോൾ ദൈവം കണ്ടെത്തിയ വ്യക്തികളാണ് എൻ്റെ മാതാപിതാക്കൾ. എൻ്റെ മാതാപിതാക്കൾ ദൈവം കണ്ടെത്തുക മാത്രമല്ല, അവരെ വിവാഹം എന്ന കൂദാശയിലൂടെ ഒന്നിപ്പിച്ചു. അവർ തമ്മിലുള്ള സ്നേഹബന്ധത്തിലൂടെ ഈ ഭൂമിയിൽ എനിക്ക് ജന്മം നൽകുവാൻ തക്കവണ്ണം എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ദൈവം എന്നെ സൃഷ്ടിക്കുകയാണ് ചെയ്തത്. അതായത് ഞാനെന്ന വ്യക്തി എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ജനിക്കുന്നതിന് മുമ്പ് ദൈവം എന്നെ അറിഞ്ഞിരുന്നു, ദൈവം എന്നെ കണ്ടിരുന്നു. എൻ്റെ ഭാവിയെക്കുറിച്ച് ദൈവം ഒത്തിരി പ്രതീക്ഷകൾ, സ്വപ്നങ്ങൾ നെയ്തിരുന്നു. ആ വലിയൊരു പ്രതീക്ഷയോടെയാണ് എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ദൈവം എന്നെ സൃഷ്ടിക്കുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, ഞാനെന്ന വ്യക്തി എൻ്റെ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ആ കുറവുകളോടുകൂടിയാണ് ദൈവം എന്നെ സൃഷ്ടിച്ചിരിക്കുന്നത്. ആ ദൈവമെല്ലാം നന്മയ്ക്കായിട്ടാണ്, അനുഗ്രഹത്തിനായിട്ടാണ്.
നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവം അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് എന്നെക്കുറിച്ച് അറിഞ്ഞിരുന്നുവെങ്കിൽ എൻ്റെ അമ്മയുടെ ഉദരത്തിൽ സൃഷ്ടിച്ചതും ദൈവമാണ്. ഇത് കർത്താവിന്റെ വചനം വ്യക്തമായി പഠിപ്പിക്കുന്ന സത്യമാണ്. ഒരു മനുഷ്യൻ്റെ സൃഷ്ടി എന്ന് പറയുന്നത് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 27-ാം വാക്യത്തിൽ കർത്താവിന്റെ വചനം ഇങ്ങനെയാണ് പറയുന്നത്: ഇങ്ങനെ ദൈവം തൻ്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു, ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു, ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു. അപ്പോൾ ഞാനൊരു ആണായി ജനിക്കണമെന്ന് ആഗ്രഹിച്ച ദൈവമാണ്, മാതാപിതാക്കളല്ല. ഞാനൊരു പെൺകുട്ടിയാകണമെന്ന് ആഗ്രഹിച്ചത് ദൈവമാണ്. ഒരുപക്ഷെ എന്നെക്കുറിച്ച് എൻ്റെ മാതാപിതാക്കൾ ഒത്തിരി സ്വപ്നങ്ങൾ കണ്ടിരിക്കാം. ഞാനൊരു പെൺകുട്ടിയാണ് അല്ലെങ്കിൽ ആൺകുട്ടിയാണെന്ന് ഒത്തിരി ആഗ്രഹിച്ച് അവർ പ്രാർത്ഥിച്ചിരിക്കാം, സ്വപ്നം കണ്ടിരിക്കാം, പ്രതീക്ഷിച്ചിരിക്കാം. എന്നാൽ ഞാനൊരു ആണായി പെണ്ണായി ഭൂമിയിൽ പിറക്കണമെന്ന് എന്നെക്കുറിച്ച് വ്യക്തമായി ചിന്തിച്ചതും പദ്ധതി പ്ലാൻ ചെയ്തതും എന്നെ സൃഷ്ടിച്ചതും ദൈവമാണ്. ഇന്ന് പലപ്പോഴും ഒരാണായി പിറന്നതിൽ വേദനിക്കുന്ന ഒത്തിരി വ്യക്തികളുണ്ട്, ഒരു പെണ്ണായി പിറന്നതിൽ വേദനിക്കുന്ന ഒത്തിരി വ്യക്തികളുണ്ട്. ശ്രദ്ധിക്കുക, ദൈവത്തിൻ്റെ കണ്ണിലൂടെ നാം കാണുമ്പോൾ എന്നെ ഒരു ആണായി അല്ലെങ്കിൽ ഒരു പെണ്ണായി സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ ദൈവത്തിന് എന്നെക്കുറിച്ച് വ്യക്തമായൊരു പദ്ധതിയുണ്ട്. പലപ്പോഴും എത്രയോ പ്രാവശ്യം നമ്മൾ സ്വയം ശപിച്ചിട്ടുണ്ട് ഒരു പെണ്ണായി പിറന്നതിൽ, ഒരാണായി പിറന്നതിൽ. എന്നാൽ ആണായി എന്നെ ദൈവം സൃഷ്ടിച്ചുവെങ്കിൽ ദൈവത്തിന് വ്യക്തമായൊരു പദ്ധതിയുണ്ട്. ഒരു പെൺകുട്ടിയായിട്ടാണ് എന്നെ സൃഷ്ടിച്ചെങ്കിൽ എന്നെക്കുറിച്ച് ദൈവത്തിന് വ്യക്തമായൊരു പദ്ധതിയുണ്ട്. ദൈവത്തിൻ്റെ കണ്ണിലൂടെ നാം അത് നോക്കാത്തതുകൊണ്ട്, കാണാത്തതുകൊണ്ട് ദൈവത്തിൻ്റെ പദ്ധതി നമ്മൾ കണ്ടെത്തുന്നില്ല, നമ്മൾ തിരിച്ചറിയുന്നില്ല. പലപ്പോഴും നമ്മുടെ കണ്ണിലൂടെ നമ്മെ നോക്കുമ്പോൾ, പിശാചിൻ്റെ കണ്ണിലൂടെ നമ്മൾ നോക്കുമ്പോൾ നാം സ്വയം ശപിക്കും, ദൈവത്തെ ശപിക്കും. ഒരുപക്ഷെ എന്തിനെങ്ങനെ ഇതിലും ഭേദം മരിച്ചാൽ മതി എന്ന് ചിന്തിക്കും. അതുകൊണ്ട് നാം തിരിച്ചറിയണം, ദൈവം എൻ്റെ അമ്മയുടെ ഉദരത്തിൽ എന്നെ സൃഷ്ടിച്ചുവെങ്കിൽ സൃഷ്ടിക്കുക മാത്രമല്ല, എന്നെ വിശുദ്ധീകരിച്ചു. അതായത് ഈ ഭൂമിയിൽ ഞാൻ എങ്ങനെ ജനിക്കണമെന്ന് ദൈവം ആഗ്രഹിച്ചിരുന്നു. അത് ദൈവത്തെപ്പോലെ തന്നെ, ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലുമാണ് ദൈവം എൻ്റെ അമ്മയുടെ ഉദരത്തിൽ എന്നെ സൃഷ്ടിച്ചത്. നമ്മൾ തിരിച്ചറിയണം, കർത്താവിൻ്റെ വചനം പരിശോധിക്കുമ്പോൾ കർത്താവിൻ്റെ മനസ്സിനിണങ്ങിയ ദാസൻ എന്നറിയപ്പെടുന്ന ദാവീദ് നിലവിളിച്ച് കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. 51-ാം സങ്കീർത്തനം 5-ാം വാക്യം. അവിടെ ദാവീദ് പറഞ്ഞ് കരയുന്നിങ്ങനെയാണ്: പാപത്തിൽ ഞാൻ ഉരുവായി, പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. ഇത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ദൈവം പാപിയായിട്ടാണ് എന്നെ അമ്മയുടെ ഉദരത്തിൽ സൃഷ്ടിച്ചത്. അല്ല, ഒരിക്കലുമല്ല. ഇവിടെ വചനം പറയുന്നു, നീ അമ്മയുടെ ഉദരത്തിൽ ജനിക്കുന്നതിന് മുമ്പ് ഞാൻ നിന്നെ അറിഞ്ഞിരുന്നു, നിന്റെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്തു വരുന്നതിന് മുമ്പ് ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചിരുന്നു. അതായത് ദൈവം എൻ്റെ അമ്മയുടെ ഉദരത്തിൽ പാപിയായിട്ടല്ല സൃഷ്ടിച്ചത്, ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും. ദൈവത്തിൻ്റെ ഛായ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ പരിശുദ്ധിയുടെ പൂർണ്ണതയാണ് ഛായ എന്ന് പറയുന്നത്. അതായത് നമ്മൾ സാധാരണ പറയാറുണ്ട്, ചില കുഞ്ഞുങ്ങളെ കാണുമ്പോൾ ഇവൻ അപ്പൻ്റെ അതേ ഛായ അല്ലെങ്കിൽ അമ്മയുടെ അതേ ഛായ. അതിനർത്ഥം എന്താണ്? അപ്പനെപ്പോലെ അമ്മയെപ്പോലെ ഇരിക്കും. അപ്പനെങ്ങനെ ഇരിക്കുന്നു അതുപോലെ തന്നെ, അമ്മ എങ്ങനെ ഇരിക്കുന്നു അതുപോലെ തന്നെ. അങ്ങനെയാണെങ്കിൽ ദൈവം എങ്ങനെ ഇരിക്കും? 1 പത്രോസ് 1-ാം അധ്യായം 15-16 വാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ വചനം പറയുന്നുണ്ട്, ദൈവം പരിശുദ്ധനായിരിക്കുന്ന പോലെ. അപ്പോൾ ദൈവം എങ്ങനെ ഇരിക്കും? ദൈവം പരിശുദ്ധനാണ്. ദൈവം പരിശുദ്ധനായിരിക്കുന്ന പോലെ അതേ പരിശുദ്ധിയിലാണ്, ദൈവത്തിൻ്റെ അതേ ഛായയിലാണ് അമ്മയുടെ ഉദരത്തിൽ ജീവൻ്റെ തുടിപ്പായി ദൈവം നമ്മെ സൃഷ്ടിച്ചത്. അടുത്തത് സാദൃശ്യം എന്ന് പറഞ്ഞാൽ പ്രതിബിംബം, പ്രതിരൂപം. ഒരു മനുഷ്യൻ്റെ പ്രതിബിംബം കാണണമെങ്കിൽ, പ്രതിരൂപം കാണണമെങ്കിൽ കണ്ണാടിയിൽ നോക്കണം. അങ്ങനെയാണ് ദൈവത്തെ കാണാൻ സാധിക്കുമോ? ദൈവത്തിൻ്റെ പ്രതിരൂപം, പ്രതിബിംബം കാണാൻ സാധിക്കുമോ? കാണാൻ സാധിക്കുമെന്ന് കർത്താവിന്റെ വചനം പറയുന്നുണ്ട്. 1 യോഹന്നാൻ 4-ാം അധ്യായം 12-ാം വാക്യത്തിൽ പറയുന്നു, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, എന്നാൽ നാം അന്യോന്യം സ്നേഹിക്കുന്നുവെങ്കിൽ ദൈവം നമ്മിൽ വസിക്കുന്നു. അപ്പോൾ നാം അന്യോന്യം സ്നേഹിക്കുമ്പോൾ ദൈവം നമ്മിൽ വസിക്കുന്നു. കാരണം ദൈവം സ്നേഹമാണ്. ദൈവത്തിൻ്റെ പ്രതിരൂപം, പ്രതിബിംബം എന്ന് പറയുന്നത് സ്നേഹമാണ്. ദൈവം സ്നേഹമാണ്. ദൈവത്തെ കാണാൻ സാധിക്കില്ല, പക്ഷെ ദൈവത്തെ കാണാൻ സാധിക്കും. ദൈവം സ്നേഹമാണ്. ദൈവത്തിൻ്റെ പ്രതിബിംബം കാണാൻ സാധിക്കും. അതാണ് ദൈവത്തിൻ്റെ സ്നേഹം. അപ്പോൾ ദൈവത്തിൻ്റെ സാദൃശ്യത്തിലാണ് എൻ്റെ അമ്മയുടെ ഉദരത്തിനെ സൃഷ്ടിച്ചെന്ന് പറഞ്ഞാൽ അർത്ഥം ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ. അതായത് എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ദൈവം എന്നെ സൃഷ്ടിച്ചത് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ, ദൈവത്തിൻ്റെ പരിശുദ്ധിയുടെ പൂർണ്ണതയിൽ. അതായത് ദൈവം എങ്ങനെ ഇരിക്കുന്നോ അതേപോലെ തന്നെ ഒരു കൊച്ചു ദൈവമായൊരു കുട്ടി ദൈവമായിട്ട് അമ്മയുടെ ഉദരത്തിൽ ദൈവം എന്നെ സൃഷ്ടിച്ചു. അർത്ഥാൽ ഒരു സ്വർണ്ണക്കട്ടിയിൽ നിന്ന് ഒരു തരി സ്വർണം തെറിച്ചു പോയാൽ അതിന് പറയുന്ന പേര് സ്വർണമെന്ന് തന്നെയാണ്.
ഇതുപോലെ തന്നെ ദൈവത്തിൻ്റെ പരിശുദ്ധിയുടെ പൂർണ്ണതയിൽ, ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ ദൈവം എൻ്റെ അമ്മയുടെ ഉദരത്തിൽ എന്നെ സൃഷ്ടിച്ചു. അങ്ങനെയാണെങ്കിൽ ഞാനെന്ന വ്യക്തി ദൈവം എങ്ങനെ ഇരിക്കുന്നു അതുപോലെ തന്നെ ദൈവത്തിൻ്റെ ഒരു കൊച്ചു ദൈവമായി, ഒരു കുട്ടി ദൈവമായിട്ടാണ് എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ദൈവം എന്നെ സൃഷ്ടിച്ചത്. ഇവിടെ ദാവീദ് പറയുകയാണ്, പാപത്തിൽ ഞാൻ ഉരുവായി, പാപത്തിൽ ഞാൻ സൃഷ്ടിക്കപ്പെട്ടു. അതിനർത്ഥം ഞാൻ എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും ദൈവത്തിൻ്റെ പരിശുദ്ധിയുടെ പൂർണ്ണതയും ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലും സൃഷ്ടിക്കപ്പെട്ട നിമിഷം തന്നെ മാതാപിതാക്കളുടെ ജീനുകളുടെ ക്രോമോസോമുകളുടെ രക്തത്തിലുള്ള അവരുടെ പാപ സ്വഭാവങ്ങളിലേക്ക് വിതയ്ക്കപ്പെട്ടു. അതുകൊണ്ടാണ് ദാവീദ് പറയുന്നത്, ഞാൻ പാപത്തിൽ ഉരുവായി. വീണ്ടും പാപത്തിൽ എന്നെ അമ്മ എന്നെ ഗർഭം ധരിച്ചുവെന്ന് ദാവീദ് പറയുക. അതായത് എൻ്റെ അമ്മയുടെ ഉദരത്തിലായിരുന്നപ്പോൾ മാതാപിതാക്കൾ ചെയ്ത സകല പാപങ്ങളും എന്നിലേക്ക് വിതയ്ക്കപ്പെട്ടു. അപ്പോൾ ദൈവത്തെ പോലെ തന്നെ എന്നെ വിശുദ്ധീകരിച്ച് എൻ്റെ അമ്മയുടെ ഉദരത്തിൽ സൃഷ്ടിച്ചുവെങ്കിൽ ഞാൻ ഈ ഭൂമിയിൽ പിറന്നു വീഴുന്നതിന് മുമ്പ് ഞാൻ പാപത്തിലാണ് ജനിച്ചത്, പാപത്തിലാണ് ഭൂമിയിൽ പിറന്നു വീണത്. ഞാൻ പാപിയായി തീരാൻ കാരണം ദൈവമല്ല, എൻ്റെ മാതാപിതാക്കളുടെ അവരുടെ ജീനുകളുടെ ക്രോമോസോമുകളുടെ രക്തത്തിലൂടെ അവരുടെ നല്ല പാപ സ്വഭാവങ്ങൾ, സ്വഭാവ വൈകല്യങ്ങളിലേക്ക് വിതയ്ക്കപ്പെട്ടു. അമ്മയുടെ ഉദരത്തിൽ ഉരുവായ നിമിഷം മുതൽ പിറന്നു വീണ നിമിഷം വരെ മാതാപിതാക്കളുടെ നല്ല പാപ സ്വഭാവങ്ങളും സ്വഭാവ വൈകല്യങ്ങളും എന്നിലേക്ക് വിതയ്ക്കപ്പെട്ടു. അങ്ങനെയാണെങ്കിൽ ഞാൻ പാപത്തിൽ ഈ ഭൂമിയിൽ ജനിച്ചുവെങ്കിലും ഞാൻ പാപിയാണല്ലോ എന്നോർത്ത് ദൈവം എന്നെ വെറുത്തില്ല, എന്നെ ഉപേക്ഷിച്ചില്ല. പാപിയായിരുന്നിട്ടും എന്നെ ദൈവം സ്നേഹിച്ചു. പാപത്തിൻ്റെ ശമ്പളം മരണമായിരിക്കെ പാപത്തിൽ മരിക്കേണ്ട ഞാൻ പാപത്തിൽ മരിക്കാതെ പാപിയായി എന്നെ എൻ്റെ ദൈവം സ്നേഹിച്ചു. അമ്മയുടെ ഉദരത്തിൽ ഈ ദൈവം എന്നെ സൃഷ്ടിച്ചുവെങ്കിൽ ഒരു ഊനവുമില്ലാതെ, ഒരു കുറവുമില്ലാതെ ദൈവം എന്നെ അമ്മയുടെ ഉദരത്തിൽ പരിപാലിച്ചു. കർത്താവിൻ്റെ വചനം പറയുകയാണ്, യെശയ്യാപ്രവാചകന്റെ പുസ്തകം 44-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം, നിന്നെ ഉരുവാക്കിയവനും ഗർഭത്തിൽ നിന്നെ നിർമ്മിച്ചവനും നിന്നെ സഹായിച്ചവനുമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. അതായത് ദൈവം അമ്മയുടെ ഉദരത്തിൽ നിന്നെ സൃഷ്ടിച്ചപ്പോൾ ഒരു ഊനവുമില്ലാതെ, ഒരു വൈകല്യവുമില്ലാതെ ദൈവം നമ്മെ സൃഷ്ടിച്ചു. ഇനി അഥവാ അമ്മയുടെ ഉദരത്തിൽ വെച്ച് എന്തെങ്കിലും വൈകല്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്, അത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. അതായത് ഒരമ്മയുടെ ഉദരത്തിൽ വെച്ച് അനേകം കുഞ്ഞുങ്ങൾ കൈകാലുകൾ നഷ്ടപ്പെട്ടവരായി, കണ്ണിന് കാഴ്ചയില്ലാത്തവരായി, കേൾവിശക്തി ഇല്ലാത്തവരായി, അംഗവൈകല്യമുള്ളവരായി, ബുദ്ധിമാന്ദ്യമുള്ളവരായി, മാനസിക വൈകല്യമുള്ളവരായി അമ്മയുടെ ഉദരത്തിൽ നിന്ന് ഈ ഭൂമിയിൽ പിറന്നു വീഴുമ്പോൾ അത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്, തിരിച്ചറിയണം. ദൈവം വചനം പറയുന്നുണ്ട്, മക്കൾ ദൈവത്തിൻ്റെ ദാനമാണ്, മക്കൾ ദൈവത്തിൻ്റെ സമ്മാനമാണ്. അതായത് ചില വൈകല്യമുള്ള കുഞ്ഞുങ്ങളെ ലഭിക്കുന്ന മാതാപിതാക്കളോട് ഞാൻ പറയാറുണ്ട്, ചിന്തിക്കും, എന്തെങ്കിലും വൈകല്യമുള്ള കുഞ്ഞുങ്ങളെ കിട്ടുമ്പോൾ ഈ ദൈവം എന്നെ പരീക്ഷിച്ചതാ, അല്ലെങ്കിൽ ദൈവം എന്നെ ശിക്ഷിച്ചതാണ്. ഞാൻ ഇത്രമാത്രം ദൈവത്തെ സ്നേഹിച്ചിട്ടും ദൈവത്തിന് വേണ്ടി ജീവിച്ചിട്ടും ദൈവം എനിക്ക് തന്നത് ഇങ്ങനെ ഒരു കുഞ്ഞിനെയാണല്ലോ എന്ന് ചിലർ ചിന്തിക്കും. ശ്രദ്ധിക്കുക, ഒരു കുഞ്ഞ് ദൈവത്തിൻ്റെ സമ്മാനമാണെങ്കിൽ ഒരു വൈകല്യമുള്ള കുഞ്ഞ് ദൈവത്തിൻ്റെ സ്പെഷ്യൽ ഗിഫ്റ്റാണ്, ഒരു പ്രത്യേക സമ്മാനമാണ്. ഇന്ന് വൈകല്യമുള്ള കുഞ്ഞുങ്ങളെ കാണുമ്പോൾ പലരും വേദനയോടെ പറയാറുണ്ട്, ഇത് ദൈവം എന്നെ ശിക്ഷിച്ചത് അല്ല. ഒരു കുഞ്ഞ് ദൈവത്തിൻ്റെ ദാനമാണെങ്കിൽ, ഒരു വൈകല്യമുള്ള കുഞ്ഞാണെങ്കിൽ അത് ദൈവത്തിൻ്റെ സ്പെഷ്യൽ ഗിഫ്റ്റാണ്. അനേകം പേർക്ക് ലഭിക്കാത്ത ഒരു സ്പെഷ്യൽ ഗിഫ്റ്റാണ് ദൈവം നിനക്ക് നൽകിയ വൈകല്യമുള്ള കുഞ്ഞുങ്ങൾ. നമ്മൾ തിരിച്ചറിയണം, അമ്മയുടെ ഉദരത്തിൽ അനേകം കുഞ്ഞുങ്ങൾ വൈകല്യമുള്ളവരായി ജനിക്കുമ്പോൾ ഒരു വൈകല്യവുമില്ലാതെ ഈ ഭൂമിയിൽ ജനിക്കുവാൻ ദൈവം എനിക്ക് കൃപ നൽകി. കണ്ണിന് കാഴ്ചയില്ലാത്ത അംഗവൈകല്യമുള്ള അനേക കുഞ്ഞുങ്ങൾ ഈ ഭൂമിയിൽ ജനിക്കുമ്പോൾ, മാനസിക വൈകല്യമുള്ളവരായി മന്ദബുദ്ധികളായ അനേക കുഞ്ഞുങ്ങൾ ഈ ഭൂമിയിൽ ജനിക്കുമ്പോൾ ദൈവം ഒരു ഊനവുമില്ലാതെ നമ്മെ ഈ ഭൂമിയിൽ സൃഷ്ടിച്ചു. അപ്പോൾ ദൈവം എത്ര മനോഹരമായിട്ടാണ് എന്നെ ദൈവം സൃഷ്ടിച്ചത് എന്ന് നാം തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആഴം തിരിച്ചറിയാൻ നമ്മളെക്കാൾ വൈകല്യമുള്ള വ്യക്തികളെ കാണുമ്പോഴാണ്. നമുക്ക് പലപ്പോഴും നമ്മളെക്കാൾ വൈകല്യമുള്ള വ്യക്തികളെ കാണുന്നത് ഇഷ്ടമല്ല, താല്പര്യമില്ല. നിങ്ങളിടയ്ക്കിടയ്ക്ക് നിങ്ങളെ ദൈവം സ്നേഹിക്കുന്ന സ്നേഹം എത്ര വലുതാണെന്ന് തിരിച്ചറിയണമെങ്കിൽ നിങ്ങൾ കുടുംബമായി ജീവിത പങ്കാളി മക്കളെല്ലാം കൂട്ടി
ഏതെങ്കിലും അനാഥാലയങ്ങളിൽ, മാനസിക വൈകല്യമുള്ള വ്യക്തികളെ സംരക്ഷിക്കുന്ന ആലയങ്ങളിൽ, മന്ദബുദ്ധികളായ മനോവൈകല്യമുള്ളവരായ കുഞ്ഞുങ്ങളെ ശുശ്രൂഷിക്കുന്ന ആലയങ്ങളിൽ, എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട വാർദ്ധക്യ സഹജമായ രോഗത്തിൻ്റെ ബന്ധനത്തിലായി കിടക്കുന്ന, മരണാസന്ന നിലയിൽ കിടക്കുന്ന, രോഗികളായി കിടക്കുന്ന വ്യക്തികളെ ചെന്ന് കാണണം. നമ്മളെക്കാൾ വൈകല്യമുള്ള വ്യക്തികളെ കാണുമ്പോഴാണ് ദൈവം നമ്മെ എന്തുമാത്രം സ്നേഹിച്ചു എന്ന് തിരിച്ചറിയുന്നത്. പലപ്പോഴും നമ്മളെക്കാൾ ഉന്നതിയിൽ ജീവിക്കുന്ന, അഭിവൃദ്ധിയിൽ ജീവിക്കുന്ന, നമ്മളെക്കാൾ നല്ല സൗന്ദര്യമുള്ള, ആരോഗ്യമുള്ള, കഴിവുള്ള വ്യക്തികളെ കാണാനാണ് നമുക്കിഷ്ടം. അങ്ങനെയുള്ളവരെ നോക്കി നമ്മൾ താരതമ്യപ്പെടുത്തും. എന്നെ എന്തിനു കൊള്ളാം, എന്നെ ആർക്കും വേണ്ട, എനിക്കൊരു സൗന്ദര്യമില്ല, എനിക്കൊരു കഴിവുമില്ല, എന്നെ ഒന്നിനും കൊള്ളില്ല. ഇതെല്ലാം നമ്മൾ കാണുന്നത് മറ്റുള്ള വ്യക്തികളിൽ കാണുന്ന നന്മകൾ കണ്ടുകൊണ്ടാണ്. നമ്മളെക്കാൾ വേദന അനുഭവിക്കുന്ന, ദാരിദ്ര്യം അനുഭവിക്കുന്ന, നമ്മളെക്കാൾ ബുദ്ധി കുറഞ്ഞ, മന്ദബുദ്ധികളായ, മാനസിക വൈകല്യമുള്ളവരെ കാണുമ്പോൾ ദൈവം നമ്മെ എന്തുമാത്രം സ്നേഹിക്കുന്നു എന്ന് തിരിച്ചറിയണം. ഒരിക്കൽ ഞാനൊരു മാനസിക വൈകല്യമുള്ള, മന്ദബുദ്ധികളായ കുഞ്ഞുങ്ങളെ ശുശ്രൂഷിക്കുന്ന ഒരു ആലയത്തിൽ ചെന്നപ്പോൾ ഈ കുഞ്ഞുങ്ങളെ കണ്ട നിമിഷം എൻ്റെ ഹൃദയത്തിൽ ഞാനിങ്ങനെ ചിന്തിച്ചു, ദൈവമേ, ഈ കുഞ്ഞിൻ്റെ അതേ സ്ഥാനത്ത് മാനസിക വൈകല്യമുള്ള മന്ദബുദ്ധിയായ ഒരു കുഞ്ഞായിട്ട് ആ കുഞ്ഞിൻ്റെ അമ്മയുടെ ഉദരത്തിൽ അതേ സ്ഥാനത്ത് ഞാനായിരുന്നു ജനിച്ചിരുന്നെങ്കിൽ ജീവിതകാലം മുഴുവൻ മന്ദബുദ്ധിയായി ജീവിക്കേണ്ടി വന്നേനെ. കൈകാലുകൾ നഷ്ടപ്പെട്ട് വൈകല്യമുള്ള, നിലത്തൂടെ ഇഴഞ്ഞു നടക്കുന്ന ചില കുഞ്ഞുങ്ങളെ കാണുമ്പോൾ ദൈവമേ, ഈ കുഞ്ഞിൻ്റെ അമ്മയുടെ സ്ഥാനത്ത് അതേ സ്ഥാനത്ത് ആണ് ഞാൻ ജനിച്ചതെങ്കിൽ ജീവിതകാലം മുഴുവൻ നിലത്തൂടെ ഇഴയേണ്ട ഒരു വ്യക്തിയായി മാറിയേനെ ഞാൻ. എനിക്ക് 2 കണ്ണ് നൽകിയിട്ടും കണ്ണില്ലാത്ത അനേകം മക്കളെ കാണുമ്പോൾ, കണ്ണിന് കാഴ്ചയില്ലാത്ത അനേകം മക്കളെ കാണുമ്പോൾ ദൈവം എനിക്ക് ഈ 2 കണ്ണ് നൽകിയതിനോർത്ത് ദൈവത്തിന് നന്ദി പറയാൻ എനിക്ക് സാധിച്ചിട്ടില്ല. നമ്മൾ തിരിച്ചറിയണം, ആ വ്യക്തിയുടെ അതേ സ്ഥാനത്ത് ഞാനായിരുന്നു ജനിച്ചിരുന്നെങ്കിൽ ജീവിതകാലം മുഴുവൻ അന്ധകാരത്തിൽ ജീവിക്കേണ്ട ഒരു വ്യക്തിയായി മാറിയനെ. അപ്പോൾ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകിയ നിസ്സാരമായ ചില വൈകല്യങ്ങളെ, കുറവുകളെ കണ്ടുകൊണ്ട് നാം ദൈവത്തെ കുറ്റപ്പെടുത്തുമ്പോൾ, ദൈവത്തെ ശപിക്കുമ്പോൾ, നാം സ്വയം ശപിക്കുമ്പോൾ തിരിച്ചറിയണം, നമ്മളെക്കാൾ വേദന അനുഭവിക്കുന്ന, ദാരിദ്ര്യം അനുഭവിക്കുന്ന, കഷ്ടത അനുഭവിക്കുന്ന, വൈകല്യങ്ങളുള്ള എത്രയോ വ്യക്തികൾ നമുക്ക് ചുറ്റും ജീവിക്കുന്നു. അവരെ നമ്മൾ നോക്കുമ്പോൾ ദൈവം എന്നെ എത്ര മനോഹരമായി, എത്ര അനുഗ്രഹകരമായി എന്നെ നടത്തുന്നു. പലപ്പോഴും നമ്മുടെ കുറവുകൾ, നമ്മുടെ ബലഹീനതകൾ നമ്മൾ ദൈവത്തിൻ്റെ കണ്ണിലൂടെ നോക്കുമ്പോൾ അത് ബലഹീനതയല്ല, അത് കുറവല്ല, ദൈവം നൽകിയിരിക്കുന്ന ഒരു സ്പെഷ്യൽ ഗിഫ്റ്റായിട്ട് നമുക്കതിനെ സ്വീകരിക്കാൻ സാധിക്കും. പലപ്പോഴും എന്നെ ഒന്നിനും കൊള്ളില്ല, എന്നെ കാണാനൊരു ഭംഗിയില്ല, ഒരു സൗന്ദര്യമില്ല എന്ന് സ്വയം വിധിക്കുന്ന ഓരോ വ്യക്തിയും ദൈവത്തിൻ്റെ കണ്ണിലൂടെ നോക്കുക. ഇത്രയും നാൾ ഞാൻ എൻ്റെ കണ്ണിലൂടെ നോക്കി എന്നെ ശപിച്ചുവെങ്കിൽ, പിശാചിൻ്റെ കണ്ണിലൂടെ ഞാൻ നോക്കി ഒരുപക്ഷെ ഇതിലും ഭേദം മരിച്ചാൽ മതി എന്ന് ചിന്തിച്ച് അതിനുവേണ്ടി ശ്രമിച്ചുവെങ്കിൽ നമുക്ക് ഇന്ന് നമ്മുടെ കണ്ണിലൂടെ അല്ല, ദൈവത്തിൻ്റെ കണ്ണിലൂടെ നമുക്ക് നമ്മെ കാണാം. വചനം പറയുന്നു, ഭൂമിയിൽ താൻ ഉണ്ടാക്കിയതെല്ലാം ഏറ്റവും നല്ലതെന്ന് യഹോവയായ ദൈവം കണ്ടു. നമ്മുടെ കണ്ണിലൂടെ നോക്കാതെ, പിശാചിൻ്റെ കണ്ണിൽ നോക്കാതെ ദൈവത്തിൻ്റെ കണ്ണിൽ നമുക്ക് നോക്കാം. ഞാൻ ഏറ്റവും ബെസ്റ്റാണ്, ദൈവം എന്നെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടൊരു വ്യക്തിയായി ദൈവം എന്നെ വിളിച്ചു വേർതിരിച്ചിരിക്കുകയാണ്. യെശയ്യാ 43:4 പറയുന്നു, നീ എനിക്ക് വിലപ്പെട്ടവനും ബഹുമാന്യനും പ്രിയങ്കരനുമാണ്. ദൈവത്തിൻ്റെ കണ്ണിലൂടെ ദൈവം നോക്കുമ്പോൾ, ദൈവത്തിനുള്ള നമ്മൾ നോക്കുമ്പോൾ നമ്മളെക്കുറിച്ച് ദൈവം പറയുകയാണ്, ഞാൻ ദൈവത്തിന് വിലപ്പെട്ടവനാണ്, ബഹുമാന്യനാണ്, പ്രിയങ്കരനാണ്. പലപ്പോഴും നമ്മെക്കുറിച്ച് ദൈവത്തിൻ്റെ കണ്ണിലൂടെ നോക്കിക്കൊണ്ട് പറയാൻ നമുക്ക് സാധിക്കുമോ? എന്നെ കണ്ടുകൊണ്ട് ഞാൻ പറയണം, ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവനാണ്, ഞാൻ ദൈവത്തിൻ്റെ ഒരു സ്പെഷ്യൽ ഗിഫ്റ്റാണ്, ദൈവത്തിൻ്റെ മനസ്സിനിണങ്ങിയ ഒരു വ്യക്തിയാണ് ഞാൻ. ദൈവത്തിൻ്റെ കണ്ണിലൂടെ നോക്കുമ്പോൾ ദൈവത്തിന് വിലപ്പെട്ടവനാണ്, ദൈവത്തിന് ബഹുമാന്യനാണ്, ദൈവത്തിന് പ്രിയങ്കരനാണ്. ഈ വലിയൊരു ബോധ്യം നമ്മുടെ ഹൃദയത്തിലേക്ക് നാം സ്വീകരിക്കുന്നുവെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ ഈ നെഗറ്റീവ് മൈൻഡ് മാറി പോസിറ്റീവ് മൈൻഡിലേക്ക് നാം കടന്നു വരും. അങ്ങനെ ചിന്തിക്കുന്നതും പറയുന്നതും ഗ്രഹിക്കുന്നതും നമുക്ക് നമ്മുടെ ഭാവി ജീവിതത്തിന് അനുഗ്രഹമാണ്. അതുകൊണ്ട് നമുക്കൊരു തീരുമാനമെടുക്കാം. ഇന്നു മുതൽ ഞാൻ എൻ്റെ കണ്ണിലൂടെ എന്നെ നോക്കാതെ, പിശാചിൻ്റെ കണ്ണിലൂടെ എന്നെ നോക്കാതെ
ദൈവത്തിൻ്റെ കണ്ണിലൂടെ ഞാൻ എന്നെ നോക്കി, ഞാൻ ഏറ്റവും വിലപ്പെട്ടവനാണ്, ഞാനൊരു സ്പെഷ്യൽ ഗിഫ്റ്റാണ്, ഞാൻ ദൈവത്തിൻ്റെ പ്രത്യേക ഒരു സൃഷ്ടിയാണ്, ഞാൻ ദൈവത്തിന് ബഹുമാന്യനാണ്, പ്രിയങ്കരനാണ്, അനുഗ്രഹിക്കപ്പെട്ടവനാണ് എന്നുള്ള വലിയ വിശ്വാസത്തോടെ അത് ഏറ്റുപറഞ്ഞുകൊണ്ട് ദൈവത്തിന് അനുഗ്രഹം പ്രാപിക്കാൻ നമുക്ക് തീരുമാനമെടുക്കാം, പ്രാർത്ഥിക്കാം. ബാർക്കുമോർ, ഞങ്ങളെ അത്യധികമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവാൻ നല്ല ദൈവമേ, ഈ അനുഗ്രഹിക്കപ്പെട്ട ഈ സന്ദേശത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങളിലേക്ക് ഞങ്ങളുടെ കണ്ണിലൂടെ നോക്കി, പിശാചിൻ്റെ കണ്ണിലൂടെ ഞങ്ങൾ നോക്കി, പലപ്പോഴും ഞങ്ങളെ കുറ്റപ്പെടുത്തി, സ്വയം ശപിച്ച്, ദൈവത്തെ ശപിച്ച്, ഞങ്ങൾ എപ്പോഴെങ്കിലും ദൈവത്തിനെതിരായി പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ കർത്താവേ, ഇപ്പോൾ ഞങ്ങൾ തിരിച്ചറിയുന്നു, ഞങ്ങൾ ദൈവത്തിൻ്റെ ഒരു സ്പെഷ്യൽ ഗിഫ്റ്റാണ്. ഞാൻ ഈ ഭൂമിയിൽ ഉണ്ടായത് ദൈവത്തിൻ്റെ പ്രത്യേകമായ ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ഞാൻ അമ്മയുടെ ഉദരത്തിൽ ഉരുവാതിനു മുമ്പ് എന്നെ അറിഞ്ഞവനായ ദൈവം, അമ്മയുടെ ഉദരത്തിൽ ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും, ദൈവത്തിൻ്റെ പരിശുദ്ധ പൂർണ്ണതയിലും സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലും ദൈവം എന്നെ സൃഷ്ടിച്ച് ഒരു ഊനവുമില്ലാതെ ഈ ഭൂമിയിൽ ജനിക്കുവാൻ ഇതുവരെയും ദൈവത്തിൻ്റെ കണ്ണിലെ കൃഷ്ണപണി പോലെ കാത്ത് പരിപാലിച്ച് എന്നെ നടത്തിയ ആ ദൈവത്തിൻ്റെ വലിയ സ്നേഹം തിരിച്ചറിഞ്ഞ് കർത്താവേ നന്ദി പറയുന്നു. കർത്താവേ നന്ദി പറയുന്നു. യേശുവേ, ഞങ്ങൾക്ക് ലഭിച്ച ഈ ബോധ്യത്തിൽ നിലനിന്നുകൊണ്ട് ഞങ്ങളുടെ ഹൃദയത്തിലെ തെറ്റായ ബോധ്യങ്ങളിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാൻ തക്കവണ്ണം, പിശാച് ഞങ്ങളുടെ ഹൃദയത്തിൽ കുത്തി നിറച്ച തെറ്റായ നെഗറ്റീവായ ബോധ്യങ്ങളിൽ നിന്ന് ഞങ്ങൾ വിടുതൽ പ്രാപിച്ച് കർത്താവേ, ഞങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടൊരു വ്യക്തിയാണ്. കർത്താവേ, ഞങ്ങൾ നിനക്ക് ബഹുമാന്യനാണ്, നിനക്ക് വിലപ്പെട്ടവനാണ്, നിനക്ക് പ്രിയങ്കരനാണെന്ന് തിരിച്ചറിഞ്ഞ് നിന്നെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങൾക്ക് ഉൾക്കാഴ്ച നൽകണമേ, ബോധ്യം നൽകണമേ. ഞങ്ങളെക്കാൾ കുറവുള്ള വ്യക്തികളെ കണ്ടുകൊണ്ട് നീ ഞങ്ങൾ എത്രമാത്രം സ്നേഹിച്ചു അനുഗ്രഹിച്ചു എന്ന് നിന്നെ മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം ഞങ്ങൾക്ക് കൃപ നൽകണമേ. പരിശുദ്ധി അമ്മേ, ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സകല ശുദ്ധിമാന്മാരെ, ശുദ്ധിമതികളെ പ്രാർത്ഥിക്കണമേ. പിതാവിടുത്തെ പുത്രനായ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾക്കൊരു അനുഗ്രഹമായി തീരുവാൻ അവിടുത്തെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കണമേ. പിതാവെ, പ്രാർത്ഥനയ്ക്കായി സ്തോത്രം, അനുഗ്രഹിച്ചനായി സ്തോത്രം, മഹത്വം എടുത്തിരിക്കുക സ്തോത്രം. എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നിട്ട് ഇന്നും ജീവിക്കുന്ന ഞങ്ങളുടെ കർത്താവ്, ഞങ്ങളുടെ ദൈവമായ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ കൃപയോടെ കേൾക്കണം നല്ല പിതാവേ. ആമീൻ. Somebody